ബൈനോമിയൽ തിയറത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോയിൽ ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ ഡെഫിനിഷൻ, ബൈനോമിയൽ തിയറം, ഡെവലപ്മെൻറ്റ് ഓഫ് ബൈനോമിയൽ തിയറം ആൻഡ് ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ ജനറൽ ടേം ഇൻ എ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഈ വീഡിയോയിൽ നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ, എ മൈനസ് ബി ഹോൾ റൈസ് ടു എൻ, 1 പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ, 1 മൈനസ് ബി ഹോൾ റൈസ് ടു എൻ, ഈ എല്ലാ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെയും ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. ഹിയർ ഇൻഡെക്സ് ഈക്വൽ ടു എൻ. സോ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ എത്രയായിരിക്കും? n+1 ആയിരിക്കും അല്ലേ, ഇൻഡെക്സ് +1. ഇനി നമ്മളുടെ സെക്കൻഡ് ഒബ്സർവേഷൻ എന്താണ്? എക്സ്പാൻഷനിലുള്ള എല്ലാ ടേംസിലും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഉണ്ടാവും അല്ലേ. ആൻഡ് ഫസ്റ്റ് ടേമിൻ്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? n to 0 റെഡ്യൂസ് ചെയ്യും അല്ലേ. ആൻഡ് സെക്കൻഡ് ടേമിൻ്റെ ഇൻഡെക്സ് 0 to n ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് NCR എന്നായിരിക്കും. ഇതിനകത്ത് ആറിൻ്റെ വാല്യൂ 0 to n. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എക്സ്പാൻഷനിലുള്ള ഓരോ ടേംസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോഎഫിഷ്യൻറ്റ്സ് എഴുതാം അല്ലേ. കോഎഫിഷ്യൻറ്റിൽ NC എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. എപ്പോഴും ഈ n എന്ന് പറയുന്നത് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സീൻ്റെ സഫിക്സ് എന്താണ്? R അല്ലേ, R ആണ്. ആൻഡ് ആറിൻ്റെ വാല്യൂ 0 to n ആണ് വാരി ചെയ്യുന്നത്. ഓക്കെ, 0 to ഇൻഡെക്സ്. ഓക്കെ, സോ 0, 1, 2, 3 എക്സെട്ര ലാസ്റ്റ് 0 to n വരെയാണ് വാരി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളുടെ കോഎഫിഷ്യൻറ്റ്സ്. നെക്സ്റ്റ് ഫസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? എ. ഓക്കെ, എൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ്? n to 0ലേക്ക് റെഡ്യൂസ് ചെയ്യും. n ഇൻഡെക്സിൽ നിന്നിട്ട് 0ലേക്ക് റെഡ്യൂസ് ചെയ്യും അല്ലേ. സോ ഫസ്റ്റ് n, നെക്സ്റ്റ് n-1, n-2, n-3 എക്സെട്ര, എന്നിട്ട് ലാസ്റ്റ് ടേമിന് 0. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടേം ബി. ഇനി എക്സ്പാൻഷനിലുള്ള ബീൻ്റെ ഇൻഡെക്സ് 0 to n ഇൻക്രീസ് ചെയ്യും അല്ലേ. So starting from 0, 0 plus 1, 1, 1 plus 1, 2, 2 plus 1, 3, അങ്ങനെ ലാസ്റ്റ് n അല്ലേ, 0 to n. ഇനി നമുക്ക് a plus b ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ എഴുതിക്കൂടെ? ഫസ്റ്റ് ടേം NC0, a റൈസ് ടു n, b റൈസ് ടു 0, NC0, a റൈസ് ടു n, b റൈസ് ടു 0 പ്ലസ് സെക്കൻഡ് ടേം NC1, a റൈസ് ടു n-1, b റൈസ് ടു 1, NC1, a റൈസ് ടു n-1, b റൈസ് ടു 1 പ്ലസ് NC2, a റൈസ് ടു n-2, b റൈസ് ടു 2 പ്ലസ് NC3, a റൈസ് ടു n-3, b raised to 3 plus etc. plus last term NCN, a raised to 0, b raised to n. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യവും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അതുപോലെ തന്നെ ഓരോ ടേം സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാൽക്കുലേഷൻസും സിമ്പിളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 1 വീഡിയോയിൽ ഒരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ എയിം എന്താണ്? ഇവിടുത്തെ എയിം നമ്മൾ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടേം കൺസിഡർ ചെയ്യാം. ഞാനിവിടെ തേർഡ് ടേമാണ് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് ടേം ഇസ് ഈക്വൽ ടു NC2 അല്ലേ. തേർഡ് ടേം ഇസ് ഈക്വൽ ടു NC2, a റൈസ് ടു n-2, b സ്ക്വയർ. തേർഡ് ടേം കൺസിഡർ ചെയ്യാം. ഓക്കെ, 1, 2, 3 തേർഡ് ടേം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒബ്സർവേഷൻസ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇവിടെ സീൻ്റെ സഫിക്സ് എന്താണ്? സീൻ്റെ സഫിക്സ് 2 ആണല്ലേ. ഓക്കെ, 2 ആണ്. ആൻഡ് എൻ്റെ ഇൻഡെക്സ് എന്താണ്? n-2, അതായത് n-2 എന്ന് പറഞ്ഞാൽ സീൻ്റെ സഫിക്സ് അല്ലേ. ബീൻ്റെ ഇൻഡെക്സോ
2 എഗെയിൻ 2 ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ സീൻ്റെ സഫിക്സ് നമ്മൾ നോർമൽ ആറാണ് അല്ലേ. അപ്പം നമ്മൾ 6 കൊടുത്താൽ NCR A raised to n minus r b raised to r ആയിരിക്കും. ഓക്കെ, എന്താണോ സീൻ്റെ സഫിക്സ് അത് തന്നെയായിരിക്കും ബീൻ്റെ ഇൻഡെക്സ് വരുന്നത്. അതുപോലെ തന്നെ n മൈനസ് r ആയിരിക്കും എൻ്റെ ഇൻഡെക്സ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. r is equal to 3 എന്ന് കൊടുത്തു നോക്കാം. r is equal to 3. ഓക്കെ, സോ NC3 a raised to n minus 3 b raised to 3. ഓക്കെ, NC3 a raised to n minus 3 b raised to 3 ഇങ്ങനെ ഒരു ടേം നമ്മൾ എക്സ്പാൻഷനിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ a plus b ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം NCR a raised to n minus r ഇൻറ്റു b raised to r എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി ഇത് ഏത് ടേം ആണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ തേർഡ് ടേമിൽ തന്നെ നോക്കാം. ഇവിടെ r is equal to 2 ആണ് അല്ലേ. r is equal to 2 എന്ന് വരുന്നത് ഏത് ടേമിൻ്റെ എക്സ്പാൻഷനാണ്? തേർഡ് ടേമിൻ്റെ. ഓക്കെ, ഈ തേർഡ് ടേമിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് 2 എങ്ങനെ എഴുതാം? 2 + 1 അല്ലേ. 2 + 1 അല്ലേ 3. ഓക്കെ, അപ്പോൾ 2 + 1ൻ്റെ എക്സ്പാൻഷനാണ് NC2 a raised to n minus 2 b raised to 2 എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മളെ ജനറൽ ടേമിൽ r ആണ് സഫിക്സ് എങ്കിൽ അത് ഏത് ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും? r + 1th ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ r is equal to 3 ആണ്. 3 ആണെങ്കിൽ ഇത് ഏത് ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും? t 3 + 1 3 + 1th ടേം എന്ന് t സഫിക്സ് 3 + 1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് t 3 + 1th ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതായത് T4ൻ്റെ 4th ടേമിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും ഇത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് NC3 അല്ലേ. 1 2 3 4 4th ടേമിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ്. 4th ടേം is equal to NC3 a raised to n minus 3 b raised to 3. സോ ജനറൽ ടേം TR + 1 is equal to, അതായത് r + 1th ടേം is equal to NCR a raised to n minus r into b raised to r. ഓക്കെ, അപ്പം a + b ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം NCR a raised to n minus r b raised to r. നെക്സ്റ്റ് a - b ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. a - b ഹോൾ റേസ് ടു n is same as a plus minus b ഹോൾ റേസ് ടു n അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ a + b ഹോൾ റേസ് ടു എന്നിലെ എക്സ്പാൻഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. അതിനകത്ത് ബിയുടെ പ്ലേസിൽ -b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടേം സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? കോഎഫിഷ്യൻസ് അല്ലേ. കോഎഫിഷ്യൻസിൽ n എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് സീൻ്റെ സഫിക്സ് r വാരി ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to n. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ടേം എന്താണ്? എൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ്? എൻ്റെ ഇൻഡെക്സ് n എന്ന് 0ലേക്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് n - 1 n - 2 n - 3 അങ്ങനെ 0ലേക്ക് റെഡ്യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ടേം എന്താണ്? -b. അതായത് നേരത്തെ നമ്മൾ b എന്ന് കൊടുത്ത പ്ലേസിൽ ഇവിടെ -b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, -b. ഓക്കെ, അപ്പോൾ ബീൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ്? ബീൻ്റെ ഇൻഡെക്സ് 0ന്ന് എന്നിലേക്ക് ഇൻക്രീസ് ചെയ്യും അല്ലേ. സോ 0 0 + 1 1 1 + 1 2 2 + 1 3 എക്സെട്ര n. ഓക്കെ, ആകെ ചേഞ്ച് എന്താണ്? b നമ്മൾ -b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതായത് -5² ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. -5² നമുക്ക് -1² ഇൻറ്റു 5² എന്ന് എഴുതിക്കൂടെ? നോക്കാമല്ലോ. 5² 25 ആണ്. നെഗറ്റീവും ഇവിടെ ഈവൻ നമ്പറുമാണ്. സോ +25 അല്ലേ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇവിടെ അതുപോലെ തന്നെ -1 ഹോൾ റേസ് ടു 2 ആണ്. ഈവൻ നമ്പറാണ്. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും. +5² 25.
രണ്ടും സെയിം ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് -5 ഹോൾ റേസ് ടു 3 ആണെങ്കിലോ നെഗറ്റീവും ഇവിടെ എന്താണ് ഓഡ് നമ്പറാണ്. സോ -5 റേസ് ടു 3 125 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് -1 ഹോൾ റേസ് ടു 3 ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതിയാലും -125 തന്നെയായിരിക്കും ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് -5 ഹോൾ സ്ക്വയറിന് നമുക്ക് -1 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേമിന് -b ഹോൾ റേസ് ടു 0. ഓക്കെ, അപ്പം നമ്മളത് -1 ഹോൾ റേസ് ടു 0 ഇൻറ്റു ബാക്കി nc0 a റേസ് ടു n b റേസ് ടു 0 എന്ന് എഴുതാം അല്ലേ. അപ്പം ഇവിടെ -1 ഹോൾ റേസ് ടു -b ഹോൾ റേസ് ടു 1 ആണ്. സോ അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി nc1 a റേസ് ടു n-1 b റേസ് ടു 1 അല്ലേ. ഇതിന് -1 ഹോൾ റേസ് ടു 2 -b ഹോൾ റേസ് ടു 2 ആണ്. സോ -1 ഹോൾ റേസ് ടു 2 nc2 a റേസ് ടു n-2 b റേസ് ടു 2. ഓക്കെ, അതുപോലെ നമ്മൾ ഫോർത്ത് ടേം എഴുതുക. ഇനി ലാസ്റ്റ് ടേം എന്താണ്? -1 ഹോൾ റേസ് ടു n ആണ് അല്ലേ. ncn a റേസ് ടു 0 b റേസ് ടു n. ക്ലിയർ അല്ലേ? സോ a minus b whole raised to n equal to a plus minus b whole raised to n equal to -1 whole raised to 0 nc0 a raised to n b raised to 0 plus -1 whole raised to 1 nc1 a raised to n-1 b raised to 1 plus etc. Last term -1 whole raised to n ncn a raised to 0 b raised to n. നെക്സ്റ്റ് നമുക്ക് a minus b whole raised to n ൻ്റെ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ടേം കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ടേം തേർഡ് ടേം കൺസിഡർ ചെയ്യാം. തേർഡ് ടേം ഇസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു 2 nc2 a റേസ് ടു n-2 b റേസ് ടു 2. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സീൻ്റെ സഫിക്സ് എന്താണ്? 2 അല്ലേ. ഇവിടെ 2 ആണ്. -1ൻ്റെ പവർ 2 ആണ്. a റേസ് ടു n-2 b റേസ് ടു 2 അല്ലേ. സോ ജസ്റ്റ് 2 ഈക്വൽ ടു r എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? -1 2 ഈക്വൽ ടു r 2 ആണ്. r n c r a റേസ് ടു n-r b റേസ് ടു r അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ ടേം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് ടേം ആണെന്ന് നോക്കണം. ഇവിടെ എന്താ തേർഡ് ടേം ആണ് അല്ലേ. അതായത് r പ്ലസ് 1th ടേം ആണ്. വേറെ എല്ലാം സെയിം ആണ്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് അതേപോലെ r പ്ലസ് 1th ടേം ആണ്. അതായത് 2 പ്ലസ് 1th ടേം ആണ്. 2 പ്ലസ് 1th ടേമിലാണ് സീൻ്റെ സഫിക്സ് 2 വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം അതേപോലെ ആണെങ്കിൽ ഇത് t r പ്ലസ് 1th ടേം ആയിരിക്കും. ഇനി നമുക്ക് ആറിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് ഇതൊന്ന് കൺഫേം ചെയ്യാം. r is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t 3 plus 1 that is t4 equal to -1 whole raised to 3 nc3 a raised to n-3 b raised to 3. ഓക്കെ, സോ ഫോർത്ത് ടേമിൻ്റെ എക്സ്പാൻഷൻ ഇതാണോ നമുക്ക് നോക്കാം. -1 ഹോൾ റേസ് ടു 3 nc3 a റേസ് ടു n-3 b റേസ് ടു 3. 1 2 3 4 ഫോർത്ത് ടേം സെയിം ആണ് അല്ലേ എക്സ്പാൻഷൻ. ഓക്കെ, സോ a minus b ഹോൾ റേസ് ടു n-ൻ്റെ ജനറൽ ടേം -1 ഹോൾ റേസ് ടു r ncr a റേസ് ടു n-r b റേസ് ടു r. ഓക്കെ, a minus b ഹോൾ റേസ് ടു n-ൻ്റെ ജനറൽ ടേം എന്നത് -1 ഹോൾ റേസ് ടു r ഇൻറ്റു ഇതെന്താണ്? ഇത് a പ്ലസ് b ഹോൾ റേസ് ടു n-ൻ്റെ ജനറൽ ടേം ആണ്. ഓക്കെ, എക്സ്ട്രാ നമ്മൾ -1 ഹോൾ റേസ് ടു r എന്ന് മാത്രമേ ഉള്ളൂ. അതായത് a പ്ലസ് ബി ഹോൾ റേസ് ടു n-ൻ്റെ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മനസ്സിലായാൽ നമുക്ക് ബാക്കി 3 എണ്ണത്തിൻ്റെയും ജനറൽ ടേം ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് 1 പ്ലസ് ബി ഹോൾ റേസ് ടു n-ൻ്റെ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം.
അതിനെ എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ ആണ് അല്ലേ. ഇവിടെ എ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് 1 പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എൻ സി ആർ എ ഈക്വൽ ടു 1 ആണ്. സോ 1 റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സി ആർ 1 റേസ് ടു എനി നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ. 1 റേസ് ടു 100 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഇൻറ്റു 1 ഇൻറ്റു ബി റേസ് ടു ആർ. ഓക്കെ, അതായത് 1 പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം എന്താണ്? എൻ സി ആർ ബി റേസ് ടു ആർ. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം എൻ സി ആർ ബി റേസ് ടു ആർ. ഇനി നെക്സ്റ്റ് 1 മൈനസ് ബി ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമുക്ക് എ മൈനസ് ബി ഹോൾ റേസ് ടു എൻ കൺസിഡർ ചെയ്യാം. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ എ ഈക്വൽ ടു 1 ആണ് അല്ലേ. സോ എ മൈനസ് ബി ഹോൾ റേസ് ടു എന്നിൽ എ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so 1 minus b whole raised to n equal to minus 1 whole raised to r ncr a equal to 1. So 1 raised to n minus r b raised to r equal to minus 1 whole raised to r ncr 1 raised to n minus r equal to 1. So into b raised to r. Okay. നെക്സ്റ്റ് നമുക്ക് അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2x പ്ലസ് 1/x ഹോൾ റേസ് ടു 5. ഓക്കെ, സോ ഹിയർ 5 ആണ്, ഇൻഡെക്സ് ഈക്വൽ ടു 5 ആണ് അല്ലേ. n ഇസ് ഈക്വൽ ടു 5. ഫസ്റ്റ് ടേം ഓഫ് 2x, സെക്കൻഡ് ടേം 1/x. ഓക്കെ, സോ ജനറൽ ടേം ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്? എൻ സി ആർ ആണ് അല്ലേ. ഇവിടെ n എന്താണ്? 5. സോ 5 സി ആർ ഫസ്റ്റ് ടേം 2x ഹോൾ റേസ് ടു 5 മൈനസ് ആർ 5 മൈനസ് ആർ. നെക്സ്റ്റ് സെക്കൻഡ് ടേം 1/x ഹോൾ റേസ് ടു ആർ. ഓക്കെ, ഇതല്ലേ ജനറൽ ടേം വരിക. ഇതിനെ നമുക്കിനി നെക്സ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 5cr 2x ഹോൾ റേസ് ടു 5 മൈനസ് 2നെ നമുക്ക് 2 റേസ് ടു 5 മൈനസ് ആർ ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് ആർ എന്ന് എഴുതാം. ഓക്കെ, ഇനി 1/x ഹോൾ റേസ് ടു ആർ സെയിം ആസ് 1/x റേസ് ടു ആർ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5cr 2 raised to 5 minus r x raised to 5 minus r 1/x raised to r നെ നമുക്ക് 1/x raised to r is same as x raised to minus r. Okay, because we know that 1/x equal to x raised to minus 1 ആണ് അല്ലേ. അപ്പോൾ 1/x square equal to x raised to minus 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് x raised to minus r 1/x raised to r ന് നമുക്ക് x raised to minus r എന്ന് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5cr 2 raised to 5 minus r. ഇനി ഈ ടേമിന് a raised to n ഇൻറ്റു a raised to m എന്താണ്? a raised to n പ്ലസ് m അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയും ബേസ് സെയിം ആണ്, എക്സ് ആണ് അല്ലേ. അപ്പോൾ സോ എക്സ് റേസ് ടു 5 മൈനസ് ആർ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ആറിന് നമുക്ക് 5 മൈനസ് ആർ പ്ലസ് മൈനസ് ആർ. സോ പ്ലസ് മൈനസ് ബിക്കം മൈനസ് ആർ അല്ലേ. സോ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5cr 2 റേസ് ടു 5 മൈനസ് ആർ എക്സ് റേസ് ടു 5 മൈനസ് മൈനസ് ആർ 2r. ഓക്കെ, ഇതാണ് ജനറൽ ടേം. ഇനി നെക്സ്റ്റ് ഇവിടെ ആകെ വാരി ചെയ്യുന്നത് ആർ അല്ലേ. ഓക്കെ, അപ്പോൾ ആറിൻ്റെ ഇൻ്റർവെൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ആർ എങ്ങനെ വാരി ചെയ്യുന്നത്? ആർ വാരി ഫ്രം 0 to n ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇവിടെ n എന്താണ്? ഇൻഡെക്സ്. ഇവിടെ n ഇസ് ഈക്വൽ ടു 5 ആണ്. സോ ആറ് വാരി ചെയ്യുന്നത് 0 to 5 ആയിരിക്കും. ഓക്കെ, സോ ആറിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 5. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ 0 5ഉം ഇൻക്ലൂഡഡ് ആണ് അല്ലേ, അതുകൊണ്ട് ഈക്വൽ ടു സൈനും കൂടി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² - y ഹോൾ റൈസ് ടു 6.
ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ ഹോൾ റേസ് ടു 6 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം. ഇവിടെ ഇൻഡെക്സ് n ഇസ് ഈക്വൽ ടു എത്ര? 6. ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ, സെക്കൻഡ് ടേം മൈനസ് വൈ. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ടേം നോക്കാം. ടി ആർ പ്ലസ് 1 is equal to NCR, അല്ലെ, കോഎഫിഷ്യൻ്റ് NCR. ഹിയർ n is equal to 6. So 6 CR. നെക്സ്റ്റ് ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 6 മൈനസ് ആർ. നെക്സ്റ്റ് സെക്കൻഡ് ടേം മൈനസ് വൈ ഹോൾ റേസ് ടു ആർ. ഓക്കെ, ഇതിന് നമുക്ക് -1 ഹോൾ റേസ് ടു ആർ, 6 CR, x raised to 2 into 6 12 minus 2r y raised to r. ഇനി ആറിൻ്റെ ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡെക്സ് 6 ആണ്. സോ 6. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് എക്സ് റേസ് ടു 2 ഹോൾ റേസ് ടു 6 മൈനസ് 2നെ 2 ഇൻറ്റു 6 മൈനസ് 2 ചെയ്തത് കൺഫ്യൂഷൻ ഇല്ലല്ലോ, കാരണം വി ഹാവ് x raised to n whole raised to m equal to x raised to n into m ആണ്, അല്ലേ. സോ അതേപോലെ ഇവിടെ 2 ഇൻറ്റു 6 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 6 മൈനസ് ആർ ആണ്. സോ അതുകൊണ്ടാണ് 12 മൈനസ് 2r വന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. റൈറ്റ് ദ ഫോർത്ത് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y ഹോൾ റേസ് ടു 12. ഓക്കെ, എക്സ് മൈനസ് 2y ഹോൾ റേസ് ടു 12ന് നമുക്ക് എക്സ് പ്ലസ് -2y ഹോൾ റേസ് ടു 12 എന്ന് എഴുതാം, അല്ലേ. ഇനി നെക്സ്റ്റ് ഇവിടെ ഇൻഡെക്സ് എത്രയാണ്? n ഇസ് ഇക്വൽ ടു 12. പിന്നെ ഫസ്റ്റ് ടേം എക്സ്, സെക്കൻഡ് ടേം -2y. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ടേം, ഫസ്റ്റ് ജനറൽ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു ആർ. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് n is equal to 12. So 12 CR. Next first term x raised to n minus r, 12 minus r. Next second term പോസിറ്റീവ് എടുക്കുക. നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. സോ പോസിറ്റീവ് 2y എടുത്താൽ മതി. 2y. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയും ചെയ്യാം, അല്ലേ. അപ്പം ഓക്കെ, 2y ഹോൾ റേസ് ടു r. ഓക്കെ, ഇതാണ് നമ്മളുടെ ജനറൽ ടേം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലേ. ഓക്കെ, അതായത് ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 3. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആർ ഇസ് ഈക്വൽ ടു 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു 3 12c3 into x raised to 12 minus 3 2y raised to 3. ഫസ്റ്റ് -1 ഹോൾ റേസ് ടു 3 എന്ന് പറയുമ്പം ഓഡ് നമ്പർ ആണ്. സോ അത് -1 ആൻസർ, അല്ലേ. നെക്സ്റ്റ് 12c3 ഈക്വൽ ടു 12 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 12 minus 3 factorial equal to 12 factorial by 3 factorial into 9 factorial equal to 12 into 11 into 10 into 9 factorial by 3 into 2 into 1 into 9 factorial. So ഇത് നമുക്ക് കട്ട് ചെയ്യാം. സോ റിമൈനിങ് 12 into 11 into 10 by 3 into 2 into 1. ഓക്കെ, അപ്പോൾ നമ്മൾ 12c3 ചെയ്തു. നെക്സ്റ്റ് എക്സ് റേസ് ടു 12 മൈനസ് 3 9, അല്ലേ. നെക്സ്റ്റ് 2 റേസ് ടു 3 8, y റേസ് ടു 3 y റേസ് ടു 3. ഓക്കെ, സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 equal to -1 into 4 into 11 44
ഇൻറ്റു 10 440 ഇൻറ്റു 4 1760 അല്ലേ, ഇൻറ്റു എക്സ് റേസ് ടു 9 വൈ റേസ് ടു 3 ഈക്വൽ ടു മൈനസ് 1760 എക്സ് റേസ് ടു 9 വൈ റേസ് ടു 3. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ജനറൽ ടേം ഇൻ എ ബൈനോമിയൽ എക്സ്പാൻഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ജനറൽ ടേം ആൻഡ് സ്പെസിഫൈഡ് ടേം ഓഫ് ദ എക്സ്പാൻഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഓക്കെ, ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.